ഹായ്, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. ഇൻഫ്ലുവൻസ വൈറസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവോ? അതൊരു വൈറസാണ്. ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അതാണ്. അതുകാരണം തന്നെ എനിക്ക് വർക്ക് ഫ്രം ഹോമൊക്കെയാണ്. കാരണം ഇൻഫ്ലുവൻസ വൈറസ് എന്ന് പറഞ്ഞാൽ ഒരു വൈറസ് തന്നെയാണ്. നമുക്ക് ഈ കൊറോണ, അതേപോലെ ഷിഗല്ല പോലെയൊക്കെയുള്ള ഒരു വൈറസ് തന്നെയാണ്. പക്ഷേ അത്രയും ഡേഞ്ചറസ് അല്ല, പക്ഷെ പെട്ടെന്ന് പടരുന്നൊരു വൈറസാണ്. ഈ ഇൻഫ്ലുവൻസ എന്ന പേര് കേൾക്കുന്ന പോലെ തന്നെ അത് പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വൈറസാണ്. പെട്ടെന്ന് തന്നെ ആൾക്കാരിലേക്ക് പടരും. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഞാനിന്ന് പറയാൻ വന്നൊരു ടോപ്പിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്ക് തന്നെയാണ്. ഇത് ഇൻഫ്ലുവൻസ വൈറസ് അല്ല, ഇൻഫ്ലുവൻസസ് ആണ്. ഇൻഫ്ലുവൻസസ്, അറ്റാച്ച്മെൻറ്റ്, അഡിക്ഷൻസ്, ഇതാണ് ഇന്നത്തെ ലോകം നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് യൂത്ത്സ്, ഇന്നത്തെ യുവാക്കൾ ഏറ്റവും കൂടുതൽ നേരിടുന്നൊരു പ്രശ്നം തന്നെയാണ് ഈ അഡിക്ഷൻസ് ആയാലും ഇൻഫ്ലുവൻസസ് ആയാലും അറ്റാച്ച്മെൻ്റ് ആയാലും. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ടൈം, മണി, ഹെൽത്ത് ഇതിനെയൊക്കെ നല്ല രീതിയിൽ ബാധിക്കുന്നതാണ്. നമ്മുടെ ഉറക്കം ഇതിനെയൊക്കെ നല്ല രീതിയിൽ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ 4 കാര്യങ്ങളും. ഇതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം. കാരണം ഇന്ന് ലോകത്ത് ഒരുപാട് തരം ഇൻഫ്ലുവൻസസ് ഉണ്ട്, ഒരുപാട് തരം അഡിക്ഷൻസ് ഉണ്ട്, ഒരുപാട് തരം അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ട്, അത്രയും അധികം ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ ടെക്നോളജി ആണെന്ന് പറയാം. പക്ഷേ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഒരുപാട് മനുഷ്യനെ ഉയർത്തിയിട്ടേ ഉള്ളൂ. നമുക്കറിയാം, ആധുനിക കാലഘട്ടം, പുരാതന കാലഘട്ടത്തിൽ നിന്ന് മനുഷ്യന്മാർ ഹാർഡ് വർക്ക് ചെയ്യുന്ന പല കാര്യങ്ങളും ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് സ്മാർട്ട് വർക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് മനുഷ്യൻ മാറി. അത്രയും തന്നെ മനുഷ്യന് മാറ്റങ്ങളുണ്ടായി ഈ ആധുനിക കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ. നമ്മൾ സ്വതവേ നോക്കുക വെച്ചാൽ നെഗറ്റീവായുള്ള കാര്യങ്ങൾ പൊതുവേ താരതമ്യേന പുരാതന കാലഘട്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് ഇന്നത്തെ കാലത്ത് എന്ന് പറയുന്നത്. പക്ഷേ നമുക്കറിയാം, ഈ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ്സ് ഒക്കെ ഒരുപാട് തരം അഡിക്ഷൻസിലേക്കും നമ്മുടെ പ്രത്യേകിച്ച് യൂത്ത്സിനെ കൊണ്ടുപോകുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാരെയും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. പ്രായമുള്ള ആൾക്കാരും ഇപ്പോൾ റീൽസും യൂട്യൂബിൻ്റെ ഷോർട്സൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെയും സമയം വെറുതെ കളയുന്നു. നമ്മുടെ സമയം എന്ന് പറയുന്നത് ഭയങ്കര വാല്യുബിളായുള്ളൊരു അസറ്റ് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആദ്യത്തെ ഒരു അസറ്റ് തന്നെയാണ് നമ്മുടെ ബോഡി. നമ്മുടെ ഏറ്റവും വലിയൊരു അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി തന്നെയാണ്, നമ്മുടെ ഹെൽത്ത്. അപ്പോൾ അത് നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. പിന്നെ നമ്മുടെ ടൈം വെറുതെ കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മണി വേസ്റ്റ് ആവും. അതേപോലെ തന്നെ നമ്മുടെ നല്ലൊരു ഫ്യൂച്ചർ തന്നെ നമ്മൾ വേസ്റ്റ് ആക്കി കളയുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത്തരം ഇൻഫ്ലുവൻസസിനെ പറ്റി കൂടുതലായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനും ഈ ഒരു വീഡിയോസിൽ പറയുന്നത്. ഒന്നാമത് റീൽസ്, അതേപോലെ യൂട്യൂബ് ഷോർട്സ്. ഈ യൂട്യൂബൊക്കെ നല്ല കാര്യങ്ങൾ ഒരുപാട് തരുന്നൊരു സോഷ്യൽ മീഡിയ തന്നെയാണ്. ഇൻസ്റ്റാഗ്രാമിന് നല്ല ഇൻഫോർമേറ്റീവായുള്ള ഇൻഫർമേഷൻസ് ഉണ്ട്. ഞാൻ കൂടുതലും യൂട്യൂബാണ് ഉപയോഗിക്കാറുള്ളത്. ഞാനൊരു 2-3 വർഷമായിട്ട് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇരിക്കുന്ന ഒരാളാണ്. എൻ്റെ ഫോണിൽ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഇല്ല. കാരണം അത് ഇടയ്ക്ക് ഞാൻ ചിലപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുമോ അല്ലെങ്കിൽ ഓൺലൈനിലൂടെ നെറ്റിൽ ലോഗിൻ ചെയ്തിട്ടാണ് ഞാൻ ചിലപ്പോൾ റീൽസൊക്കെ ഇടാറുള്ളത്. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. കാരണം ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു ഏറ്റവും വലിയ വിപത്ത് എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻസാണ്. അതിപ്പോൾ ഓഫ് ചെയ്താലും ശരി, നമുക്ക് ഇൻസ്റ്റാഗ്രാം തുറക്കാനുള്ളൊരു ടെൻഡൻസി വളരെ കൂടും. ഇൻസ്റ്റാഗ്രാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത്തരം അഡിക്ഷൻ ആപ്പുകൾ നമുക്ക് തുറക്കാനുള്ളൊരു ടെൻഡൻസി കൂട്ടും ഇത്തരം കാര്യങ്ങൾ. അത് കാരണം തന്നെ അതിനൊരു സൊല്യൂഷൻ ഞാൻ കണ്ടെത്തിയത് തന്നെ ഇൻസ്റ്റാഗ്രാം ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്യുക ആണ് ഞാൻ ചെയ്തത്. ഞാൻ റീൽസ് ഇടാൻ വേണ്ടിയിട്ട് മാത്രം ഓൺലൈനിലൂടെ നെറ്റിലൂടെ മാത്രം സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ട് ആണ് ഞാൻ പലപ്പോഴും റീൽസ് ഇടാറുള്ളത്. ഫേസ്ബുക്ക് ഞാൻ അധികം ഉപയോഗിക്കാറില്ല. ഒരു ആപ്പും കൂടിയാണ്. എനിക്ക് അക്കൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു സൊല്യൂഷനാണ് ഇതിന് വേണ്ടിയിട്ട്. കാരണം ഇത്തിരി ഇൻഫ്ലുവൻസിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സമയം വെറുതെ പോവുകയുള്ളൂ. ഞാനും 2-4 വർഷം മുമ്പൊക്കെ ഇതേപോലെ ഇങ്ങനെ സമയം കളഞ്ഞാണ് വെറുതെ രാത്രി 12 വരെയൊക്കെ റീൽസൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശരിക്കും അനാവശ്യമായുള്ള റീൽസുകൾ നമ്മളെ ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്യിപ്പിക്കുകയും നമുക്കൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷനാണ് അതിൽ നിന്ന് കിട്ടുന്നത്.
നമുക്ക് ലോങ് ടൈമിലുള്ള ഒരു ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്നു. ലോങ് ടൈമിൽ നോക്കുമ്പോൾ നമുക്കൊന്നും തന്നെ ഇല്ല, അതൊന്ന് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രയോജനം അത് കണ്ടുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല. ഇതാണ് നമ്മൾ ആദ്യം ഒഴിവാക്കേണ്ട 2 കാര്യങ്ങൾ. യൂട്യൂബ് ഷോർട്സ് ആയാലും ഇൻസ്റ്റാഗ്രാം റീൽസ് ആയാലും ടിക്ടോക്ക് ആയാലും. അതിന് പകരം അതൊന്നും നല്ല ഇൻഫോർമേറ്റീവായുള്ള കാര്യങ്ങൾ, ഇപ്പോൾ യൂട്യൂബിൽ നിന്നൊക്കെ ഒരുപാട് നല്ല ഇൻഫോർമേറ്റീവായുള്ള കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് നല്ല ഇൻഫോർമേറ്റീവായുള്ള വീഡിയോസ് ഉണ്ട്, അതൊക്കെ ഞാൻ കാണാറുണ്ട് എപ്പോഴും. ഞാൻ യൂട്യൂബാണ് കൂടുതലും വീഡിയോസ് കാണാൻ ഉപയോഗിക്കാറ്. ലോങ് ടൈം വീഡിയോസാണ് ഞാൻ കൂടുതലും കാണുന്നത്. ഷോർട്ട് ടൈം വീഡിയോസ്, അതായത് ഷോർട്സൊക്കെ ഞാൻ അധികം കാണൽ കുറവാണ്. ഞാൻ വീഡിയോസ് കാണണമെങ്കിൽ തന്നെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത ചാനൽസിൽ നിന്ന് മാത്രമാണ് കാണാറുള്ളൂ. എനിക്ക് കുറച്ച് ചാനൽസ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആ ചാനൽസിൽ നിന്ന് മാത്രമാണ് ഞാൻ വീഡിയോസ് കാണാറുള്ളൂ. ഇൻഫോർമേറ്റീവായുള്ള വീഡിയോസ് മാത്രമാണ് ഞാൻ കാണാറുള്ളൂ യൂട്യൂബിൽ നിന്ന്. അതാണ് രണ്ടാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ. നമ്മൾ യൂട്യൂബിൽ വെറുതെ നമ്മൾ പല പല വീഡിയോസ് ഉണ്ടാവും. എല്ലാ വീഡിയോസും കണ്ടിട്ട് കാര്യമില്ല. പലതും എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. അത് കണ്ടിട്ട് നമുക്കൊരു പ്രയോജനമല്ല. നമുക്ക് പ്രയോജനം കിട്ടുന്ന വീഡിയോസാണ് നമ്മൾ കൂടുതലായിട്ടും കാണേണ്ടത്. അപ്പോൾ നമ്മൾ സെലക്റ്റീവ് ആവുക. നമ്മൾ പറയില്ലേ, പല സിനിമാ നടന്മാരും സിനിമയൊക്കെ സെലക്റ്റീവായിട്ടാണ് എടുക്കാറുള്ളത് എന്ന് പറയാറില്ലേ. അതേപോലെ തന്നെ നമ്മളും സെലക്റ്റീവ് ആകും നമ്മൾ കാണേണ്ട കണ്ടൻസിൽ. നമ്മൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. വേണ്ട ചാനൽസ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പർ ഓഫ് ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുള്ള വീഡിയോസ് നമ്മൾ കാണുക. ഇത് അതിനുള്ളൊരു നല്ലൊരു സൊല്യൂഷനാണ്, വളരെ നല്ലൊരു സൊല്യൂഷനാണ്. അപ്പോൾ നമുക്ക് സെലക്റ്റീവായിട്ട് കണ്ടൻറ്റ് കാണുമ്പോൾ നമുക്ക് ഇൻഫോർമേറ്റീവായുള്ള വീഡിയോസ് മാത്രം നമുക്ക് കണ്ടാൽ മതി. അനാവശ്യമായുള്ള കാര്യങ്ങൾ നമുക്ക് കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഫിൽറ്റർ ചെയ്യുക, നമ്മുടെ കണ്ടൻസിനെ നല്ല രീതിയിൽ ഫിൽറ്റർ ചെയ്യുക. അതാണ് നമുക്ക് ഈ അഡിക്ഷൻസിൽ നിന്നോ അല്ലെങ്കിൽ ഇത്തരം ഇൻഫ്ലുവൻസിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ളൊരു പ്രയോജനം, രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത്. കാരണം ഇത്രയും ഇൻഫ്ലുവൻസിലൊക്കെ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ടൈമും മണിയും ഒക്കെ വളരെയധികം വേസ്റ്റ് ആവും. പിന്നീട് കാണുന്നൊരു പ്രവണത തന്നെയാണ് നമ്മൾ ഈ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള കാര്യങ്ങൾ. അതും ഒരു ഇൻഫ്ലുവൻസ് തന്നെയാണ്. നമുക്ക് പലപ്പോഴും ഇന്ന് ആൾക്കാർ സാധനങ്ങൾ മേടിക്കുന്നത് തന്നെ സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ടാണ്. നമുക്ക് സൈക്കോളജിക്കലി ഒരു ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പല സാധനങ്ങളും മേടിക്കുന്നു. പക്ഷേ അതും കൊണ്ട് ഒരു പ്രയോജനവും നമുക്ക് കിട്ടുന്നില്ല. പല സാധനങ്ങളും കൊണ്ട് നമുക്ക് പ്രയോജനം കിട്ടുന്നില്ല. നമ്മുടെ മണി വെറുതെ വേസ്റ്റ് ആവുന്നു, നമ്മുടെ ടൈമും വേസ്റ്റ് ആവുന്നു. നമ്മളൊരു സാധനം മേടിക്കുക വെച്ചാൽ അതുകൊണ്ട് നമുക്കൊരു പ്രയോജനം വേണം. അത് ഉപയോഗിക്കാൻ പറ്റണം നമ്മുടെ ജീവിതത്തിൽ. അല്ലാതെ നമ്മളൊരു സാധനം, ഒരു പ്രോഡക്റ്റ് നമ്മൾ മേടിച്ചിട്ട് എന്താണ് കാര്യം, നമ്മളത് ചിന്തിക്കേണ്ട ഒരു ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രോഡക്റ്റ് മേടിക്കണേക്കാൾ മുമ്പ് 2 times നമ്മൾ തിങ്ക് ചെയ്യണം, ആ പ്രോഡക്റ്റിനെ കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടോയെന്ന്. നമ്മളൊരു വെറുതെ സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഇപ്പോൾ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്യുമോ അല്ലെങ്കിൽ സൊമാറ്റോയിൽ നിന്ന് ഓർഡർ ചെയ്യുമോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രോഡക്റ്റ് മേടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മണി വളരെയധികം വേസ്റ്റ് ആവും. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതാണ് അടുത്ത ഇൻഫ്ലുവൻസസ്. കാരണം ബൈയിങ് ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത്തരം ഓൺലൈൻ സൈറ്റിൽ നിന്നൊക്കെ ഇപ്പോൾ AJIO പോലെയുള്ള നല്ല സൈറ്റുകളൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ നല്ല ഡ്രസ്സുകളൊക്കെ കിട്ടും. പക്ഷെ അത് ഡ്രസ്സിങ്ങനെ കൂട്ടി മേടിച്ചിട്ട് നമ്മൾ ഒട്ടും ഇടാതിരിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും അവസ്ഥ? അപ്പോൾ അതിലും നമ്മൾ നല്ല രീതിയിൽ ബൈ ചെയ്യുന്നതിലും നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ. നമുക്ക് അഫോർഡബിളായുള്ള ഒരു പ്രോഡക്റ്റ്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് തീർച്ചയായിട്ടും മേടിക്കണം എന്നാണ് ഞാൻ പറയുള്ളൂ. പിന്നീട് ഞാൻ ഇനി പറയാൻ പോകുന്ന ഇൻഫ്ലുവൻസസ് എന്ന് പറയുന്നത് ഈ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു അഡിക്ഷൻ തന്നെയാണ്, അതൊരു ഇൻഫ്ലുവൻസ് തന്നെയാണ്. പിന്നെ നമ്മൾ അറിയാം, വർക്കിംഗ് പ്രൊഫഷണൽസിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഉണ്ടാകുന്നൊരു അഡിക്ഷൻ തന്നെയാണ് നമ്മൾ ഇടയ്ക്കൊക്കെ ഡ്രിങ്ക്സ് കഴിക്കുക എന്ന് പറയുന്ന കാര്യങ്ങൾ. ഇതൊക്കെ ഒരു അഡിക്ഷൻ തന്നെയാണ്. കാരണം എന്തൊക്കെ പറഞ്ഞാലും അത് നമ്മുടെ ദേഹത്തിന് ഹാനികരം തന്നെയാണ്. ഈ സ്മോക്കിങ് ഹാനികരമാണ് എന്ന് നമ്മൾ എഴുതി വയ്ക്കാറുണ്ടല്ലോ, പറയാറുണ്ടല്ലോ സിനിമയൊക്കെ തുടങ്ങുന്നതിനൊക്കെ മുമ്പ്. അതേപോലെ തന്നെ ഹാനികരം തന്നെയാണ് ഈ ഡ്രിങ്ക്സ് ആയാലും, അത് ബിയർ പോലെയുള്ള ഡ്രിങ്ക്സ് തന്നെയായാലും അത് വളരെയധികം ഹാനികരം തന്നെയാണ് നമ്മുടെ ബോഡിക്ക്. അത്തരം കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. നമ്മൾ ഈ ലഹരി ഉപയോഗത്തിനെ പറ്റി മാത്രം അല്ല, ഏതൊരു കാര്യമായാലും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ അതാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. അത് സാധാരണ ഒരു ഫുഡ് എപ്പോഴും പുറത്തുനിന്ന് കഴിക്കുന്ന ഒരാൾക്ക് ആ ഫുഡ് പുറത്തുനിന്ന് കഴിക്കുന്ന ഒരു അഡിക്ഷൻ തന്നെയാണ്. അപ്പോൾ ഏത് സംഗതിയായാലും നമ്മൾ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മുടെ ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് അഡിക്ഷൻ എന്ന് തന്നെയാണ്. നമ്മൾ പറയൂല അധികമായാൽ അമൃതും വിഷം. അധികമായാൽ തേനായാലും ഭയങ്കരമായിട്ട് വിഷം തന്നെയാണ്. നമ്മുടെ തേൻ എപ്പോഴും കഴിച്ച് നോക്കിയാൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനത് മോശമായിട്ട് ബാധിക്കുകയുള്ളൂ.
പക്ഷെ തേൻ നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന്. അപ്പോൾ ഏതൊരു ഭക്ഷണ സാധനമായാൽ പോലും അത് എത്ര ഗുണനിലവാരമുള്ള ആയാൽ പോലും അത് കൂടുതലായിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യുക വെച്ചാൽ നമ്മുടെ ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈറ്റ് ചെയ്യുക വെച്ചാൽ അതിൻ്റെ എന്താ ഹാർഷ് എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് നമ്മുടെ ബോഡിക്ക് എന്തായാലും ഉണ്ടാവും. അത് രോഗത്തിലൂടെയാവാം, ഏതൊക്കെ കാര്യങ്ങളിലൂടെയും, വൈറസിലൂടെയാവും, ഏത് രീതിയിലായാലും ഉണ്ടാവും. കാരണം ഇതൊരു വൈറസ് പോലെ തന്നെയാണ് ഈ ഇൻഫ്ലുവൻസസും അഡിക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നെ. ഈ ഇൻഫ്ലുവൻസ വൈറസ് എന്നൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ് ഇത് നമ്മളെ നല്ല രീതിയിൽ മോശമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ലഹരി എന്ന് പറയുന്നത് ഏതൊരു വസ്തുവായാലും നമ്മൾ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുമ്പോഴാണ് അതൊരു ലഹരിയായി മാറുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ലഹരി എന്ന് പറയുമ്പോൾ ഡ്രഗ്സ് മാത്രമല്ല, ഈ പറഞ്ഞ മാതിരി ഹാൻഡ്സോ ഡ്രഗ്സോ ഇപ്പോൾ കഞ്ചാവോ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല, ഈ കാര്യങ്ങളെല്ലാം തന്നെ ലഹരി തന്നെയാണ്. ഏതൊരു കാര്യം നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ലഹരി തന്നെയാണ്. അത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് നമ്മൾ കാരണം ഇതിനെപ്പറ്റി ഞാൻ ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ ആണ് നമ്മുടെ അഡിക്ഷൻസും ഇൻഫ്ലുവൻസും ആണ്. അപ്പോൾ ഇതിന്നൊക്കെ മുക്തമാവാനുള്ളൊരു വഴി നിങ്ങൾക്ക് അറിയുമ്പോൾ തന്നെ, ഈ ഇത്തരം കാര്യങ്ങളെ പറ്റി അറിയുമ്പോൾ തന്നെ, അവയർനെസ് ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടും. ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇതിൽ നമ്മൾ എന്താണ് ഇതിലെന്തെങ്കിലുമൊക്കെ അഡിക്ഷനാണോ എന്തിനെങ്കിലും ഇൻഫ്ലുവൻസ്ഡ് ആണോ എന്ന് അറിയെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മുക്തമാവാൻ സാധിക്കും. പിന്നീട് വരുന്ന അഡിക്ഷൻസും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഓൺലൈൻ സൈറ്റുകൾ, മൊബൈൽ ഫോണുകളൊക്കെ തന്നെ നല്ല രീതിയിൽ അഡിക്ഷനായിട്ട് മാറുന്നു. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു കാര്യം ഈ വാട്സപ്പും ഒക്കെ തന്നെ ഒരു തരത്തിൽ അഡിക്ഷൻ തന്നെയാണ്. കാരണം നമ്മൾ ഈ വാട്സപ്പിൽ കൂടുതലായിട്ട് ചാറ്റ് ചെയ്യുന്ന, മറ്റുള്ളവരുമായിട്ട് ചാറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു തരത്തിൽ ടൈം വേസ്റ്റ് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. ഒരു പ്രയോജനമില്ലാതെ, യാതൊരുവിധ പ്രയോജനമില്ലാതെ ആണ് നമ്മൾ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നത്. പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. നമുക്ക് ഒരു കാര്യം നിങ്ങൾ അറിയുമെന്നറിയാം, നമുക്ക് അടുത്ത വീട്ടിലൊരു കുട്ടി ജനിച്ചു, ഒരു ഫാമിലിയിൽ ഒരു കുട്ടി ഉണ്ടായി, അല്ലെങ്കിൽ ഒരു കല്യാണം, ഇത്തരം വാർത്തകൾ നമ്മൾ നേരിട്ട് ഒരാൾ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ള നമുക്ക് ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഫാക്ടറുണ്ട്. ആ ഒരു ഫാക്ടർ നമ്മൾ വാട്സപ്പിലൂടെ നമുക്കൊരു മെസ്സേജായിട്ട് കിട്ടുമ്പോൾ ഒന്നും തോന്നില്ല. അതൊക്കെ ഒരു ഇമോഷനാണ്, നമുക്കൊരു എക്സൈറ്റ്മെൻറ്റാണ്. എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷനാണ് മനുഷ്യൻ്റെ. പക്ഷേ നമുക്കൊരു വാട്സപ്പിലൂടെ ഈ വാർത്ത നമ്മൾ അറിയുമ്പോൾ, ഒരു കുട്ടി ഉണ്ടായി എന്നുള്ള വാർത്ത അല്ലെങ്കിൽ ഒരു കല്യാണത്തിൻ്റെ വാർത്തയൊക്കെ നമ്മൾ അറിയുമ്പോൾ അതിനത്രയും ഒരു എക്സൈറ്റ്മെൻറ്റ് കുറവായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ടെക്നോളജീൻ്റെ അഡ്വാൻസ്മെൻറ്റ് ഉണ്ടെങ്കിലും മനുഷ്യൻ്റെ ഇമോഷൻസിനെയൊക്കെ തല്ലിക്കെടുത്താൻ ഈ ടെക്നോളജിയും കൊണ്ട് സാധിക്കും. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറേ കൊല്ലം മുമ്പ് ഈ വാട്സപ്പൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഒരു ആൾ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മളതൊരു യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഡിഫറൻസ് അറിയുള്ളൂ. നമ്മൾ ഏതൊരു സന്ദേശമായാലും നമുക്ക് വാട്സപ്പിലൂടെയും അല്ലാതെയും കിട്ടുമ്പോൾ അതിനൊരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാട്സപ്പായാലും ദുരുപയോഗം ചെയ്യുമ്പോൾ അത് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്, ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നീട് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം നമ്മുടെ പിയർ ഫ്രണ്ട്സ്. ഈ പിയർ ഫ്രണ്ട്സൊന്നും നമുക്ക് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവും. കാരണം ഇപ്പോൾ നമ്മൾ ഈ ഓൺലൈനിലൂടെയുള്ള പ്രോഡക്ട്സുകൾ നമ്മൾ പറയുമല്ലോ, അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആണെന്ന് പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ പിയർ ഫ്രണ്ട്സും നമ്മളെ കൊണ്ട് കുറേ കാര്യങ്ങൾ ബൈ ചെയ്യിപ്പിക്കാൻ ഇൻഫ്ലുവൻസ് ചെയ്യും. അതായത് നീ അത് ഉണ്ടാക്കുക, അത് ഇത് ചെയ്യുക, നമുക്ക് ആപ്റ്റ് അല്ലാത്ത ഡ്രസ്സുകൾ ഇടാൻ ഒക്കെ ചിലപ്പോൾ നമ്മളെ നിർബന്ധിക്കും. ചില ടോക്സിക്കായുള്ള ആൾക്കാർ നമ്മളെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കും, കുറേ കാര്യങ്ങൾ പറഞ്ഞ് അത് ചെയ്യുക, നീ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്. നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. ആ ഒരു ഇൻഫ്ലുവൻസിലും നമ്മൾ പെട്ടുപോകരുത്, അതും ഒരു ഇൻഫ്ലുവൻസ് തന്നെയാണ്. അപ്പോൾ അത്തരം ഇൻഫ്ലുവൻസുകളും നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇന്നത്തെ കാലത്തായാലും കൂടുതലും പല പിയർ ഗ്രൂപ്പ്സുകളിൽ നിന്നുള്ള പ്രഷറുകൾ നമുക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് വർക്ക് ചെയ്യുമ്പോൾ കൂടെ വർക്ക് ചെയ്യണവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും. അവരുടെ നിന്ന് പല കാര്യങ്ങളും മേടിക്കാനോ മാർക്കറ്റിൽ നിന്ന് മേടിക്കാനുള്ള പ്രഷർ കാരണം തന്നെ പലവരും മേടിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് കാറും വെഹിക്കിൾസൊക്കെ. അതിന് ഭയങ്കരമുള്ള എക്സാമ്പിളാണ്. കാരണം അതൊക്കെ നമ്മൾ പലപ്പോഴും മേടിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കാറുള്ള കാരണം തന്നെ അവർ തന്നെ ചിലപ്പോൾ നമ്മളെ പ്രഷർ ചെയ്യും, അല്ലെങ്കിൽ അവരെ കണ്ടിട്ട് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ കാർ മേടിക്കും. പക്ഷേ നമുക്ക് അത്രയും ഫിനാൻസോ കാര്യങ്ങളോ ഉണ്ടാവില്ല, അവരുടെ അത്രയും ഫിനാൻഷ്യൽ പവറോ നമുക്കുണ്ടാവില്ല. ചിലപ്പോൾ അവരൊക്കെ നല്ല റിച്ച് ആയിരിക്കാം, പക്ഷെ നമുക്ക് അത്രയും റിച്ച്നെസ് ഉണ്ടാവില്ല. എന്നിട്ട് നമ്മൾ മേടിക്കും. അപ്പോൾ അതും ഒരു തരം ഇൻഫ്ലുവൻസ് ആണ്. അതൊന്നും നമ്മുടെ മണി
ടൈമൊക്കെ നല്ല രീതിയിൽ വേസ്റ്റ് ചെയ്യുന്നത്. മണിയാണ് ഏറ്റവും കൂടുതൽ വേസ്റ്റ് ആവുന്നത്. കാരണം നമ്മൾ ചിലപ്പോൾ ലോണൊക്കെ എടുത്തിട്ടായിരിക്കും ഇത്തരം കാറുകളും വെഹിക്കിൾസൊക്കെ മേടിക്കുന്നത്. പിന്നീട് അതിൻ്റെ ഭവിഷ്യത്ത് നമ്മളായിരിക്കും അനുഭവിക്കുക. അതിന് ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സോ കാര്യങ്ങളൊന്നും ഹെൽപ്പിന് വരില്ല. ഈ വണ്ടികൾ മേടിച്ച് ഇത്തരം ഇൻഫ്ലുവൻസുകൾ, പിയർ ഇൻഫ്ലുവൻസുകൾ ഒരുപാട് നമുക്ക് ഉണ്ടാവാറുണ്ട്. എനിക്കൊക്കെ ആയാലും പലപ്പോഴും പല ആൾക്കാരും പറയാറുണ്ട് ലോണൊക്കെ എടുത്തിട്ട് കാർ മേടിക്കാനൊക്കെ ഇൻഫ്ലുവൻസ് പലപ്പോഴും ഭയങ്കരമായിട്ട് പ്രഷറൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ നമുക്ക് നല്ല രീതിയിൽ അവെയർ ആവണം. നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എങ്ങനെയാണ്, നമ്മുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് എന്ന് നമുക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാവണം. അല്ലെങ്കിൽ ഇത്തരം ഇൻഫ്ലുവൻസുകളിൽ നമ്മൾ പെട്ടുപോകാൻ സാധ്യത കൂടുതലാണ്. നമുക്കറിയാമല്ലോ, നമ്മളൊരു വഴിയിലൂടെ നടക്കുമ്പോൾ ഒരു കുഴി കണ്ടാൽ ആ കുഴിയിലേക്ക് നമ്മൾ കാല് വയ്ക്കില്ലല്ലോ. കണ്ടു കഴിഞ്ഞാൽ നമ്മളത് മാറി നടക്കുകയുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ കുഴികൾ തന്നെയാണ്. അപ്പോൾ ആ കുഴികളെയൊക്കെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മൾ വേണ്ടത്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മുന്നോട്ടുള്ള പാതയിൽ നമ്മൾ ആ കുഴികൾ ശരിക്കും പറഞ്ഞാൽ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് മാറി സഞ്ചരിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇത്രയും പറഞ്ഞത് തന്നെ ഒരുപാട് കുഴികളുണ്ട്. ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടി എനിക്ക് പറയാനുണ്ട്. വേറൊന്നുമല്ല, ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് റിലേറ്റഡ് വീഡിയോസും അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് ഫ്രോഡുകളും കാര്യങ്ങളും വരുന്നുണ്ട്. അല്ലാതെ തന്നെ ഒരുപാട് ഫ്രോഡുകളുണ്ട്. നമുക്കറിയാം സ്പാം കോളുകൾ ഒരുപാട് നമ്മുടെ മൊബൈൽസിലേക്ക് വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ തട്ടിപ്പുകളാണ്. നമ്മുടെ പണം തട്ടാനും ഒക്കെ പല ആൾക്കാരും ഉപയോഗിക്കുന്ന തട്ടിപ്പുകൾ തന്നെയാണ് ഇത്തരം സ്പാം കോളുകളൊക്കെ. ഒരുപാട് പേര് തട്ടിപ്പ് നടത്തുന്നുണ്ട് അത് ഉപയോഗിച്ച്. അപ്പോൾ ഇത്തരം കാര്യങ്ങളും ഒരു റെഡ് ഫ്ലാഗ് തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളും ഒരു ഇൻഫ്ലുവൻസ് തന്നെയാണ്. നമ്മളെ പലപ്പോഴും നിർബന്ധിച്ചിട്ടൊക്കെ പല കാര്യങ്ങളും മേടിപ്പിക്കുന്നു. നിർബന്ധിച്ചിട്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടാനൊക്കെ ഇത്തരം ഫ്രോഡുകൾ ഉപയോഗിക്കാം. എയും അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇപ്പോൾ ടെക്നോളജീസ് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിനും കൊണ്ട് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് പൈസയൊക്കെ ഉണ്ടാക്കാൻ, നല്ല എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാനൊക്കെ ഉള്ള ഒരുപാട് ഗുണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അതേപോലെ തന്നെ തട്ടിപ്പുകളുണ്ട്. ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട് ഡീപ്പ് ഫേക്ക് മുതലായ കുറേ കാര്യങ്ങൾ ചെയ്യാൻ എളുപ്പമാണ്. അതുമാത്രമല്ല, ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ ഇത്രയും പറഞ്ഞ അഡിക്ഷനെ പറ്റിയും ഇൻഫ്ലുവൻസിനെ പറ്റിയാണ്. ഇനി അറ്റാച്ച്മെൻറ്റ്സ് ആണ്. കാരണം ഈ എന്ന് പറഞ്ഞ ഈ ഒരു ടെക്നോളജി നമ്മളിപ്പോഴത്തെ സ്ഥിതിയിൽ ഇന്ത്യയിലും അത് തുടങ്ങിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കമ്പാനിയൻഷിപ്പ് എന്ന് പറയും. അതായത് നമുക്കറിയാം ഇന്നിപ്പോൾ കൂടുതലായിട്ടും ടെക്നോളജീസ് നമ്മൾ മൊബൈൽ വേൾഡിലാണ് ജീവിക്കുന്നത്. നമ്മളിപ്പോൾ ഞാനൊക്കെ ആയാലും ഇപ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോഴും കൂടുതൽ പേരും മൊബൈൽ ഫോണിൽ റീൽസ് കാണുന്നു. അതിലൊരു അടിമയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ പിയർ ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ സോഷ്യൽ ഇൻട്രാക്ഷൻ വളരെ കുറവാണ് ഇന്നത്തെ ഒരു യൂത്ത്സിനൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു മൈനസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ടും ഒരു ലോൺലിനെസ് അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ട ഒരു ജീവിതമാണ് പല ചെറുപ്പക്കാരും ഇന്ന് ജീവിച്ച് തീർക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യാഘാതം വളരെയധികം പ്രത്യാഘാതം എന്ന് പറയുന്നത് വളരെയധികം ദുരന്തം നിറഞ്ഞത് തന്നെയാണ്. കാരണം ഒരു ലോൺലിനെസ്സിനെ പറ്റി ഒരു സ്റ്റഡി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 14 സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഒരു ലോൺലിനെസ് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ജീവിതം ജീവിക്കുന്ന ഒരു പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീയൊക്കെ ഉണ്ടാകുന്നൊരു ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയണം. അതായത് നമ്മൾ 14 ബീഡി വലിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഒരു ദിവസം? അത്രയും മോശമായ അവസ്ഥയായിരിക്കും. അത്രയും മോശമായ ഹെൽത്ത് ഇഷ്യൂ ആയിരിക്കും ഒരു ലോൺലിനെസ്സിൽ ജീവിക്കുന്ന ഒരു പുരുഷന് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക്, ഒരു സാധാരണ ഒരു മനുഷ്യന് ഉണ്ടാകുന്നത്. മെൻ്റൽ അവസ്ഥയും, അതായത് അവരുടെ ഒരു മെൻ്റൽ ഹെൽത്ത് ആയാലും അത്രയും വീക്കായിട്ട് പോകുന്നു. ഇന്ന് നമ്മുടെ ഇന്ത്യയിലായാലും അത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ചൈന, അമേരിക്കയിലൊക്കെ അങ്ങനെയൊക്കെ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു മെൻ്റൽ ഹെൽത്ത് ആ ഒരു രീതിയിലാണ്. അവരുടെ ഒരു ഹെൽത്തിൻ്റെയും കാര്യങ്ങൾ ഇതേപോലെ തന്നെ 14 സിഗരറ്റ് വലിച്ച ഒരാളുടെ ഒരവസ്ഥയിലേക്ക് പോവും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരിട്ടുള്ള സോഷ്യൽ ഇൻട്രാക്ഷൻ ഈ ഫോണിലൂടെ അല്ലാതെ, ഫോൺ കോളിൽ പോലും അല്ലാതെ നേരിട്ടുള്ള സോഷ്യൽ ഇൻട്രാക്ഷൻ നമ്മൾ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കണം നമ്മുടെ ജീവിതത്തിൽ. സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ജീവിയാണ്. ഇൻട്രോവേർട്സ് ഉണ്ടാവാം, എക്സ്ട്രോവേർട്സ് ഉണ്ടാവാം. ഇപ്പോൾ ഞാനൊക്കെ ഒരു ഇൻട്രോവേർട്ടായുള്ള ഒരാളാണ്. പക്ഷേ എന്നാലും കൂടിയും നമ്മൾ ഒട്ടും
സോഷ്യലായിട്ട് അല്ലാതെ ഒരു സോഷ്യൽ ആനിമൽ അല്ലാതെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മെൻ്റൽ ഇഷ്യൂസും അതേപോലെ ഹെൽത്ത് ഇഷ്യൂസും കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ വെച്ചാൽ മനുഷ്യന്മാരോട് ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതലും പ്രോബ്ലംസാണ്, നമ്മുടെ ന്യൂസുകളും അതായത് നെഗറ്റീവ് ന്യൂസുകളൊക്കെയാണ്. പക്ഷേ അതല്ലാതെ നമ്മൾക്ക് നല്ല രീതിയിലുള്ള പ്രൊഡക്റ്റീവായുള്ള കമ്മ്യൂണിക്കേഷൻ, ഈവൻ തമാശകളാണെങ്കിൽ പോലും നല്ലൊരു പ്രൊഡക്റ്റീവായുള്ളൊരു കമ്മ്യൂണിക്കേഷനായിട്ടാണ് ഞാൻ കരുതുന്നത്. ഒരു പോസിറ്റീവായുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഒന്നില്ലെങ്കിലും നമുക്ക് ഹാപ്പിനെസ് കിട്ടും, നല്ലൊരു സന്തോഷം കിട്ടും. അല്ലെങ്കിൽ നല്ല പ്രൊഡക്റ്റീവായുള്ള കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റീവായുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റീവായുള്ള ഫ്രണ്ട്സിനെ നമ്മൾ ഉണ്ടാക്കുവാനൊക്കെ നമ്മൾ കൂടുതൽ ശ്രമിക്കുക വെച്ചാൽ പ്രൊഡക്റ്റീവായുള്ള നല്ല പ്രയോജനം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അതുവഴി നമുക്ക് ജീവിതം നല്ല രീതിയിൽ മെച്ചപ്പെടാൻ എനിക്ക് സഹായിക്കും. ഇപ്പോൾ ഈ യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല ഇൻഫോർമേഷൻ പോലെ തന്നെ നമുക്ക് നല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ, നല്ല പ്രൊഡക്റ്റീവായുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ, ഒരുപാട് നല്ല ലക്ഷ്യബോധമുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ നല്ല കൂടുകയാണെങ്കിൽ തന്നെ നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും. അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ എൻഗേജ് ചെയ്യുക, അതാണ് വേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഈ വാട്സപ്പിലും റീൽസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് വളരെയധികം ഒറ്റപ്പെട്ടു പോകും. അതാണ് മറ്റൊരു കാര്യം. കാരണം ഈ ചൈനയിലും അമേരിക്കയിലും ഞാൻ നേരത്തെ സൂചിച്ച പോലെ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ പലവരും AI എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നത്. കാരണം AI നമ്മൾ ചോദിക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മളോട് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യില്ല. ഇപ്പോൾ സാധാരണ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ചില കാര്യങ്ങളിൽ നമ്മുടെ മോശമായുള്ള ചില കാര്യങ്ങളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ റിയാക്ട് ചെയ്യും. ആകുമ്പോൾ അങ്ങനെയൊന്നും റിയാക്ട് ചെയ്യില്ല. ആകുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മളെ അടുത്ത് സംസാരിക്കും. അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കമ്പാനിയൻഷിപ്പ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ലോകത്ത്. പ്രത്യേകിച്ച് ചൈന, അമേരിക്കയിലൊക്കെ ഒരുപാട് പേര് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഈ ഭയങ്കരമായിട്ട് ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, അഗാധമായുള്ള ഫ്രണ്ട്ഷിപ്പ്, ഇമോഷണലായുള്ള ഭയങ്കര ഫ്രണ്ട്ഷിപ്പൊക്കെ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, സാധാരണ ഒരു മനുഷ്യന്മാരുടെ അടുത്ത് ചിലപ്പോൾ പല കാര്യങ്ങളും ഓപ്പണായിട്ട് പറയാൻ പലപ്പോഴും നമുക്ക് സാധിക്കില്ല. പക്ഷേ അടുത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഓപ്പണായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്നു. അതാണ് അതിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത്. പക്ഷേ അത് കാരണം തന്നെ അതിലൊരു അറ്റാച്ച്മെൻറ്റ് ഭയങ്കരമായിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. AI അറ്റാച്ച്മെൻറ്റ്, കമ്പാനിയൻഷിപ്പൊക്കെ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് മനുഷ്യന്മാരുടെ ഇടയിൽ. ഇത് വളരെയധികം നെഗറ്റീവായുള്ളൊരു കാര്യം കൂടിയാണ്. കാരണം നമ്മളെ മനുഷ്യന്മാരെയൊക്കെ ഭയങ്കര നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ബന്ധങ്ങളെ വരയ്ക്കും ഭയങ്കര നെഗറ്റീവായിട്ട് ബാധിക്കുന്നൊരു കാര്യം തന്നെയാണ് ഈ ഒരു സംഗതി. ഈ ഒരു അറ്റാച്ച്മെൻറ്റിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് പോകണം. ഞാനൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് ലോജിക്കലായുള്ള പ്രോബ്ലംസിനും അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ തമ്പനിയിലൊക്കെ ജനറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. അതിന് നമ്മുടേതായ പ്രോബ്ലംസിന് ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടാണ്. അതായത് എന്തെങ്കിലും മാത്തമാറ്റിക്കൽ പ്രോബ്ലംസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പഠിക്കുക വെച്ചാൽ അതിനുള്ള ക്വസ്റ്റ്യൻ പേപ്പറിനൊക്കെ വേണ്ടിയിട്ടാണ് നമുക്ക്, അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ജോബ് സെർച്ചിങ് അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലായിട്ടും ഞാൻ ഉപയോഗിക്കുന്നത്. അല്ലാത്ത കമ്പാനിയൻഷിപ്പിനോ കാര്യങ്ങൾക്കോ ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇതും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ യുഗത്തിൽ ഏറ്റവും വലിയൊരു അഡിക്ഷനും ഏറ്റവും വലിയൊരു ഇൻഫ്ലുവൻസൊക്കെ അതാണ്, കമ്പാനിയൻഷിപ്പാണ്. ഇമോഷണലായുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് നമ്മളെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇത്രയും ഒരു ലോങ് വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു റെഡ് ഫ്ലാഗ് ഉണ്ടാവണം. കാരണം നമുക്ക് ഒരു സൈൻ ഉണ്ടാവണം. നമുക്കറിയാമല്ലോ, നമ്മളൊരു വണ്ടി റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് സിഗ്നലുകളുണ്ട്, റെഡും ഗ്രീനും. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് റെഡ് ഫ്ലാഗ്സിനെ കുറിച്ചാണ്. കാരണം ഇത്തരം ഡേഞ്ചറസ് സോണുകളിലേക്ക് നമ്മൾ പോവാതിരിക്കുക. ഇത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ്, ഇതൊക്കെ ഇത്തരം ഒരുതരം ഇൻഫ്ലുവൻസുകളാണെന്ന് തിരിച്ചറിഞ്ഞ് അതൊന്ന് വഴിമാറി നല്ല നല്ല ഹാബിറ്റ്സുകളിലേക്ക് പോകാം. നമ്മൾ ഈ ഫോൺ ഉപയോഗത്തിന് വരുമ്പോൾ ആ ഒരു ടൈം ഉപയോഗിച്ച് നല്ല രീതിയിൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, പുതിയ പുതിയ സ്കിൽസ് അക്വയർ ചെയ്യാൻ ശ്രമിക്കുക. ഉപയോഗിച്ചുള്ള സ്കിൽസുകൾ, ഇപ്പോൾ ഉപയോഗിച്ചുള്ള ഒരുപാട് നമുക്ക് ജോബും കാര്യങ്ങളൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഒരുപാട് കോഴ്സസ് ഉണ്ട്. റിലേറ്റഡ് കോഴ്സസോ അല്ലാത്ത സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുന്ന, നമ്മുടെ ജോബിന് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ നല്ലൊരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ആ നേരം കൊണ്ട് നമ്മൾ മണി ഏൺ ചെയ്യുന്ന പല കാര്യങ്ങൾ ചെയ്യുക.
അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നല്ല ഹാബിറ്റ്സുകൾ നമ്മൾ ബിൽഡ് ചെയ്യുക. ഇപ്പോൾ യോഗ, മെഡിറ്റേഷൻ, അഫർമേഷൻ മുതലായ എക്സസൈസ് മുതലായ നല്ല ശീലങ്ങളെല്ലാം പാലിച്ചു പോവുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം.